നമസ്കാരം. ബി.ജെ.പിയുടെ തകർപ്പൻ മുന്നേറ്റങ്ങൾക്കും ജനകീയ നയങ്ങൾക്കും മുന്നിൽ നിൽക്കക്കളിയില്ലാതെ പ്രതിപക്ഷം പതറുന്ന കാഴ്ചയാണ് നാം എന്നും കാണുന്നത്. തോൽവികൾ നൽകുന്ന വല്ലാത്തൊരു നിരാശയുണ്ട്. ആ നിരാശ തലയ്ക്ക് പിടിച്ചാൽ ചില നേതാക്കൾക്ക് എന്ത് പറയണം, ആരോട് പറയണമെന്ന് ഒരു നിശ്ചയവും ഉണ്ടാകാറില്ല. അത്തരത്തിലൊരു അഹങ്കാരം നിറഞ്ഞ പരിഹാസ്യ ചോദ്യം ചോദിച്ച് ഇപ്പോൾ സ്വയം നാണം കെട്ടിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനെ പരസ്യമായി അപമാനിക്കാൻ നോക്കിയ കെജ്രിവാളിന്റെ നെഞ്ചിലേക്ക് തുളച്ചുകയറുന്ന അതിമാരകമായ മറുപടിയാണ് ബി.ജെ.പിയുടെ കരുത്തയായ നേതാവും ഡൽഹിയുടെ മുഖ്യമന്ത്രിയുമായ രേഖ ഗുപ്ത ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയെ ആകെ ഉലച്ചുകളഞ്ഞ ഭാരതത്തിലെ ലക്ഷക്കണക്കിന് ബി.ജെ.പി പ്രവർത്തകർ നെഞ്ചിലേറ്റിയ ആ തകർപ്പൻ മറുപടിയുടെ ആഴവും പരപ്പും എന്താണെന്ന് നമുക്ക് വ്യക്തമായി പരിശോധിക്കാം. വിവാദങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ ഒരൊറ്റ പ്രസ്താവനയിൽ നിന്നാണ്. ഭാരതത്തിന്റെ പൈതൃകമായ ഹിന്ദു മതത്തെയും സനാതന ധർമ്മത്തെയും നിരന്തരം അപമാനിക്കുന്ന പ്രതിപക്ഷ നേതാക്കളുടെ നിഗൂഢമായ മൗനത്തെ അദ്ദേഹം കടുത്ത ഭാഷയിൽ ചോദ്യം ചെയ്തിരുന്നു. ബി.ജെ.പിയുടെ ഔദ്യോഗിക പേജിൽ വന്ന ഈ പോസ്റ്റിന് താഴെയാണ് കെജ്രിവാൾ തന്റെ അഹങ്കാരം നിറഞ്ഞ ആ ചോദ്യം കുറിച്ചത്. താങ്കൾ ആരാണ് എന്നതായിരുന്നു കെജ്രിവാളിന്റെ ആ പരിഹാസ ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനെ തികച്ചും വില കുറച്ച് കാണാനും അപമാനിക്കാനുമുള്ള കെജ്രിവാളിന്റെ ഈ തരം താണ ശ്രമത്തിന് അവിടെ വെച്ച് തന്നെ കൃത്യമായ മറുപടി നൽകി ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത രംഗത്തെത്തുകയായിരുന്നു. കെജ്രിവാളിന്റെ വാനോളം ഉയർന്ന അഹങ്കാരത്തിനും തോൽവിയിലെ നിരാശയ്ക്കും രേഖ ഗുപ്ത നൽകിയ മറുപടി ശരിക്കും സോഷ്യൽ മീഡിയയിൽ ബി.ജെ.പി പ്രവർത്തകർ വലിയ രീതിയിൽ ആഘോഷമാക്കുകയാണ്. നിതിൻ നബീൻ ആരാണെന്ന് കെജ്രിവാളിന് അറിയില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിവരമില്ലായ്മയും കണ്ണടച്ച് ഇരുട്ടാക്കലുമാണെന്ന് രേഖ ഗുപ്ത അക്കമിട്ട് ഓർമ്മിപ്പിച്ചു. വെറും 46 വയസ്സ് മാത്രമുള്ള നിതിൻ നബീൻ ബീഹാറിലെ ബങ്കിപ്പൂർ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി 4 തവണ ജനവിധി തേടി വിജയിച്ച വൻ ജനപിന്തുണയുള്ള ജനകീയ നേതാവാണ്. ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ഒരു സാധാരണ പ്രവർത്തകനായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച് യാതൊരുവിധ കുടുംബ മഹിമയുടെയോ ഗോഡ്ഫാദർമാരുടെയോ പിൻബലമില്ലാതെ സ്വന്തം കഠിനാധ്വാനവും സംഘടന മികവും കൊണ്ട് മാത്രം ഇന്ന് ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷ പദവിയിലും രാജ്യസഭയിലും എത്തിയ ഉജ്ജ്വല നേതാവാണ് അദ്ദേഹം. യാതൊരു പാരമ്പര്യവുമില്ലാതെ അടിത്തട്ടിൽ നിന്ന് അധ്വാനിച്ച് ഉയർന്നു വന്ന ഒരു ജനകീയ നേതാവിനെയാണ് ഒരു കാലത്ത് ഡൽഹി ഭരിക്കുകയും ഇന്ന് ജനങ്ങളാൽ നിരാകരിക്കപ്പെടുകയും ചെയ്ത വ്യക്തി താങ്കൾ ആരാണ് എന്ന് ചോദിച്ച് അപമാനിക്കാൻ ശ്രമിച്ചത്. ഇവിടെയാണ് രേഖ ഗുപ്ത ചരിത്രത്തിലെ ഒരു പഴയ സംഭവം ഓർമ്മിപ്പിച്ചത്. മുൻപ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നമ്മുടെ ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നോക്കി ഇതേപോലെ ചോദിച്ചിരുന്നു, ആരാണ് അമിത്ഷാ എന്ന്. അന്ന് അമിത്ഷായെ പരിഹസിച്ചവർക്ക് കാലം എങ്ങനെയുള്ള മറുപടിയാണ് നൽകിയതെന്ന് ഇന്ന് ഭാരതം മുഴുവൻ കാണുന്നുണ്ടല്ലോ. അതേ നാണയത്തിൽ കെജ്രിവാളിന്റെ ചോദ്യങ്ങൾക്കും കാലം കൃത്യമായ മറുപടി നൽകുമെന്ന് അവർ തുറന്നടിച്ചു. അവസാനം കെജ്രിവാളിന്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറുന്ന ഒരു ചോദ്യവും രേഖ ഗുപ്ത എറിഞ്ഞുകൊടുത്തു. സ്വന്തം തെറ്റുകൾ മറച്ചുവെക്കാൻ വേണ്ടി ഇത്തരം തറവേലകൾ കാണിക്കുന്ന കെജ്രിവാളിന് ഇതിലും വലിയൊരു തിരിച്ചടി ഇനി കിട്ടാനില്ല. ദേശീയതയെയും സനാതന മൂല്യങ്ങളെയും അവഹേളിക്കുന്നവർക്ക് ജനങ്ങൾ വോട്ടിലൂടെ കൃത്യമായി മറുപടി നൽകിയിട്ടും പാഠം പഠിക്കാത്തതാണ് ഇത്തരം ബാലിശമായ ചോദ്യങ്ങൾക്ക് പിന്നിൽ. രാജ്യത്തിനായി അഹോരാത്രം പണിയെടുക്കുന്ന ബി.ജെ.പിയുടെ ജനകീയ നയങ്ങളെയും അതിന്റെ നേതാക്കളെയും ഇത്തരത്തിൽ അവഹേളിക്കാൻ ശ്രമിക്കുന്നവർ ജനങ്ങൾക്കിടയിൽ കൂടുതൽ ഒറ്റപ്പെടുകയുള്ളൂ. സ്വന്തം വീഴ്ചകൾ കാണാതെ മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടുന്ന ഇത്തരം രാഷ്ട്രീയ പാപ്പരത്വത്തിനെതിരെ വലിയ ജനരോഷമാണ് ഇപ്പോൾ രാജ്യമെമ്പാടും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം ഇത്തരത്തിലുള്ള വില കുറഞ്ഞ പരിഹാസങ്ങൾ ആയുധമാക്കിയിട്ടുള്ള വ്യക്തിയാണ്. എന്നാൽ ഇത്തവണ അദ്ദേഹം ചെന്നു തൊട്ടത് അടിത്തട്ടിൽ നിന്ന് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു വളർന്ന ഒരു നേതാവിനെയാണ്. വിദേശത്തു നിന്നും മറ്റ് ഫണ്ടുകൾ വാങ്ങി രാജ്യവിരുദ്ധ ശക്തികൾക്ക് വളം വെച്ച് കൊടുക്കുന്നവർക്ക് നിതിൻ നബീനെ പോലെയുള്ള കഠിനാധ്വാനികളായ നേതാക്കളുടെ വില മനസ്സിലാകില്ല എന്ന് ബി.ജെ.പി പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ തുറന്നടിച്ചു. രേഖ ഗുപ്തയുടെ ഈ തകർപ്പൻ പ്രസ്താവനയോടെ കെജ്രിവാളും അദ്ദേഹത്തിന്റെ അനുനായികളും സോഷ്യൽ മീഡിയയിൽ പൂർണ്ണമായും മറുപടിയില്ലാത്ത അവസ്ഥയിലാണ്. ജനങ്ങളുടെ മനസ്സ് തൊട്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ബി.ജെ.പി പോലെയുള്ള പ്രസ്ഥാനത്തെയും അതിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തികളെയും കേവലം സോഷ്യൽ മീഡിയ പ്രശസ്തിക്ക് വേണ്ടി മാത്രം താറടിച്ചു കാണിക്കാൻ നോക്കുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. ഡൽഹിയുടെ വികസനം മുരടിപ്പിച്ചതിനും അഴിമതിയിൽ മുങ്ങിയ ഭരണത്തിനും ജനങ്ങൾ നൽകിയ കനത്ത തിരിച്ചടിയുടെ ആഘാതത്തിലാണ് കെജ്രിവാൾ ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് രേഖ ഗുപ്ത വ്യക്തമാക്കുന്നു. സനാതന ധർമ്മത്തിന്റെ മൂല്യങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കാത്തവർക്ക് ഭാരതത്തിന്റെ രാഷ്ട്രീയ മണ്ണിൽ ഇനി സ്ഥാനമുണ്ടാകില്ല എന്ന വ്യക്തമായ സൂചനയാണ് ഈ സംഭവം നൽകുന്നത്. ബി.ജെ.പിയുടെ വളർച്ചയിൽ വിറളി പൂണ്ട പ്രതിപക്ഷം ഇത്തരം തരം താണ വിദ്യകളുമായി വരുമ്പോൾ അതിനെ ജനങ്ങൾ തന്നെ നേരിടുമെന്ന കാര്യത്തിൽ സംശയമില്ല.
ഈ നാണം കെട്ട രാഷ്ട്രീയ നാടകം ജനങ്ങൾ കാണുന്നുണ്ട്. കപട രാഷ്ട്രീയ നാടകങ്ങൾ കളിച്ച് ജനങ്ങളെ പറ്റിക്കാൻ നോക്കുന്ന ഇത്തരം നേതാക്കളുടെ യഥാർത്ഥ മുഖം തുറന്നുകാട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് രേഖാ ഗുപ്തയുടെ വാക്കുകൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ രാഷ്ട്രീയ പോരാട്ടം കൂടുതൽ ശക്തമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു സാധാരണക്കാരന്റെ കഠിനാധ്വാനത്തെ വിലമതിക്കാൻ അറിയാത്ത ഇത്തരം നേതാക്കൾക്ക് ഭാരത ജനത വോട്ടിലൂടെ തക്കതായ മറുപടി നൽകും. ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തുറ്റ നേതൃത്വത്തെയും അതിന്റെ സുതാര്യമായ പ്രവർത്തനങ്ങളെയും തകർക്കാൻ പ്രതിപക്ഷം പലവിധ കോപ്രായങ്ങളും കാണിക്കാറുണ്ട്. എന്നാൽ അതൊന്നും ജനങ്ങൾക്കിടയിൽ വില പോകില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. അടിത്തട്ടിൽ നിന്ന് ജനസേവനം നടത്തി വളർന്നു വരുന്ന ഓരോ സാധാരണ പ്രവർത്തകനും അഭിമാനിക്കാവുന്ന നിമിഷമാണിത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനകീയ സർക്കാരിനെതിരെയും അതിന്റെ അധ്യക്ഷനെതിരെയും അടിസ്ഥാനരഹിതമായ പരിഹാസങ്ങൾ ഉന്നയിക്കുന്നവർക്ക് ഇത് വലിയൊരു പാഠമാണ്. നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സംസ്കാരത്തിനും കാവലാളായി നിൽക്കുന്ന BJP പ്രസ്ഥാനത്തെ തകർക്കാൻ കെജ്രിവാളിനെ പോലെയുള്ള എത്ര നേതാക്കൾ ശ്രമിച്ചാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. ജനങ്ങളുടെ പരമമായ പിന്തുണയോടെ കൂടുതൽ കരുത്തോടെ BJP മുന്നോട്ട് തന്നെ കുതിക്കും. ഭാരതത്തിന്റെ യശസ് ലോകവേദിയിൽ വാനോളം ഉയർത്തുന്ന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണവും സംഘടനയെ നയിക്കാൻ നിതിൻ നബിനെ പോലെയുള്ള കഠിനാധ്വാനികളായ നേതാക്കളും ഉള്ളപ്പോൾ ഇത്തരം പരിഹാസശരങ്ങൾ താണ്ടാൻ ജനങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ കെജ്രിവാളിന്റെ ചോദ്യത്തിന് BJP നൽകിയ ഈ മറുപടി ഭാരതത്തിലെ ഓരോ ദേശസ്നേഹിയുടെയും ഉള്ളിൽ തട്ടുന്നതാണ്. പ്രതിപക്ഷ പാർട്ടികളുടെ കപട മതേതരത്വവും ഹൈന്ദവ വിരുദ്ധ നിലപാടുകളും ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് BJPയുടെ ഓരോ വിജയങ്ങളും. സ്വന്തം പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളും അഴിമതികളും പരിഹരിക്കാൻ കഴിയാത്തവരാണ് ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയുടെ അധ്യക്ഷനെ ചോദ്യം ചെയ്യാൻ വരുന്നത്. രേഖാ ഗുപ്തയുടെ കനത്ത മറുപടി ഡൽഹിയിൽ BJPക്ക് വൻ രാഷ്ട്രീയ മൈലേജ് നൽകിയിട്ടുണ്ട്. കേവലം ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള AAPയുടെ ഇത്തരം വില കുറഞ്ഞ നാടകങ്ങൾക്ക് ഇനിയെങ്കിലും കെജ്രിവാൾ അറുതി വരുത്തണം. ഭാരതത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പമാണ് BJP എപ്പോഴും നിലകൊള്ളുന്നത്. ആ ജനങ്ങളുടെ ശക്തിക്ക് മുന്നിൽ ഇത്തരം പരിഹാസങ്ങൾ തവിട് പൊടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വരും തലമുറയ്ക്ക് മുന്നിൽ ഭാരതത്തിന്റെ രാഷ്ട്രീയ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ BJPയുടെ ശക്തമായ നേതൃത്വത്തിന് മാത്രമേ സാധിക്കൂ എന്ന് ഈ സംഭവം നമ്മെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ ഈ പരിഹാസ ചോദ്യത്തെയും അതിന് നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത നൽകിയ മറുപടിയെയും കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പ്രധാന രാഷ്ട്രീയ വിശകലനവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.